ഗുഡ് മോർണിംഗ്. നമ്മളിന്ന് മലയാള സിനിമ എന്ന ടോപ്പിക്കിൻ്റെ മൂന്നാമത്തെ പാർട്ടിലേക്ക് പോവുകയാണ്. നമുക്കിന്ന് കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷനെ കുറിച്ചുകൂടി പഠിക്കാം. KSFDC, കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ. അപ്പോൾ ഇത് നിലവിൽ വന്നത് 1975 ഇതിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരത്താണ്. കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ്റെ കീഴിൽ നിലവിലുന്ന ആദ്യത്തെ 4K തിയേറ്റർ ലെനിൻ സിനിമാസ്. അപ്പോൾ ലെനിൻ സിനിമാസാണ് കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ്റെ കീഴിൽ വന്ന ആദ്യത്തെ 4K തിയേറ്റർ. അത് KSRTC ബസ് ടെർമിനൽ തിരുവനന്തപുരത്താണ് ലെനിൻ സിനിമാസ് സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ നിലവിലെ ചെയർമാൻ, ഈ KSFDCയുടെ നിലവിലെ ചെയർമാൻ K. മധുവാണ്. അടുത്തൊരു സംഘടനയെക്കുറിച്ച് പഠിക്കേണ്ടത് കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയെക്കുറിച്ചാണ് പഠിക്കേണ്ടത്. സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ ആസ്ഥാനവും തിരുവനന്തപുരം തന്നെയാണ്. ഇത് നിലവിൽ വന്നത് 1998. അപ്പോൾ KSFDC നിലവിൽ വന്നത് 1975 കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി നിലവിൽ വന്നത് 1998. കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി സ്ഥാപിക്കാൻ കാരണമായ കമ്മിറ്റി റിപ്പോർട്ട് കാരാന്ത കമ്മിറ്റി റിപ്പോർട്ട്. ഇപ്പോൾ കാരാന്ത കമ്മിറ്റി റിപ്പോർട്ട് 1970 കാരാന്ത കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരമാണ് കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി സ്ഥാപിക്കാൻ കാരണമായത്. കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ് നൽകുന്നത് കേരളത്തിൽ അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നത് ഇതെല്ലാം കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയാണ്. അപ്പം കേരള സ്റ്റേറ്റ് അവാർഡ് കൊടുക്കുന്നതും അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവലൊക്കെ സംഘടിപ്പിക്കുന്നതൊക്കെ ആരാണ്? കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയാണ്. കേരളത്തിൽ അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവൽ നടക്കുന്നത് തിരുവനന്തപുരത്താണ്. ഈ കേരളത്തിൽ അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവൽ ആരംഭിച്ചത് 1996 ഇത് ആരംഭിച്ചത്. ഏഷ്യ, ആഫ്രിക്ക, തെക്കേ അമേരിക്ക എന്നിവിടങ്ങളിൽ നിന്നുള്ള ചിത്രങ്ങൾ മാത്രമാണ് കേരള അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവൽ ഉൾപ്പെടുത്തുകയുള്ളൂ. അപ്പോൾ എവിടേക്കാണ്? ഏഷ്യ, ആഫ്രിക്ക, തെക്കേ അമേരിക്ക എന്നിവിടങ്ങളിൽ നിന്നുള്ള ചിത്രങ്ങൾ മാത്രമേ കേരള സംസ്ഥാന അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവൽ ഉൾപ്പെടുത്തുകയുള്ളൂ. ഇത് നടക്കുന്നത് നവംബർ-ഡിസംബർ മാസങ്ങളിലാണ് ഈ ഫിലിം ഫെസ്റ്റിവൽ നടക്കുന്നത്. നിലവിൽ കേരള ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ റസൂൽ പൂക്കുട്ടിയാണ്. വൈസ് ചെയർപേഴ്സൺ കുക്കു പരമേശ്വരൻ. അപ്പോൾ റസൂൽ പൂക്കുട്ടിയാണ് ഓസ്കാർ അവാർഡ് വിന്നറായിട്ടുള്ള റസൂൽ പൂക്കുട്ടിയാണ് ചലച്ചിത്ര അക്കാദമിയുടെ നിലവിലെ ചെയർമാൻ. വൈസ് ചെയർപേഴ്സൺ കുക്കു പരമേശ്വരൻ. കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ സെൻറ്റർ ഫോർ ഇൻ്റർനാഷണൽ ഫിലിം റിസർച്ച് ആൻഡ് ആർക്കൈവ്സ് (സിഫ്ര) നിലവിൽ വന്നത് തിരുവനന്തപുരത്താണ്. കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ സെൻറ്റർ ഫോർ ഇൻ്റർനാഷണൽ ഫിലിം റിസർച്ച് ആൻഡ് ആർക്കൈവ്സ് നിലവിൽ വന്നത് തിരുവനന്തപുരത്താണ്. കേരള സർക്കാർ മലയാള സിനിമാ മേഖലയിലെ മാറ്റങ്ങളെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച കമ്മിറ്റിയുടെ തലവൻ അടൂർ ഗോപാലകൃഷ്ണനാണ്. അപ്പോൾ കേരള സർക്കാർ മലയാള സിനിമയിലെ മാറ്റങ്ങളെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി നിയോഗിച്ച കമ്മിറ്റിയുടെ തലവൻ അടൂർ ഗോപാലകൃഷ്ണനായിരുന്നു. ആ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചത് 2014 റിപ്പോർട്ട് സമർപ്പിച്ചത്. നമുക്കിനി കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡിനെ കുറിച്ച് പഠിക്കാം. ഈ അവാർഡ് നൽകി തുടങ്ങിയത് 1969. 98 മുതൽ കേരള ചലച്ചിത്ര അക്കാദമിയാണ് ഈ അവാർഡ് നൽകുന്നത്. 1969 കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നൽകി തുടങ്ങിയത്. 98 മുതൽ ചലച്ചിത്ര അക്കാദമിയാണ് ഈ അവാർഡ് നൽകി വരുന്നത്. അപ്പോൾ ആദ്യത്തെ കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ഇവിടെ പഠിക്കാം. മികച്ച സിനിമ, അന്നത്തെ മികച്ച സിനിമ കുമാരസംഭവമായിരുന്നു ആദ്യത്തെ മികച്ച സിനിമ. മികച്ച നടൻ സത്യനായിരുന്നു. മികച്ച നടി ഷീല. ഇപ്പോൾ സത്യനാണ് ആദ്യത്തെ കേരള സംസ്ഥാന അവാർഡ് കിട്ടിയ ആദ്യ നടൻ. നടി ഷീലയായിരുന്നു. മികച്ച സംവിധായകൻ A. വിൻസെൻ്റ്. ഗായകൻ KJ യേശുദാസ്. ഗായിക P. ലീല. കഥാകൃത്ത് തോപ്പിൽ ഭാസി. മികച്ച ഗാനരചയിതാവ് വയലാർ രാമവർമ്മ. സംഗീത സംവിധായകൻ ദേവരാജൻ. ഇനി മികച്ച രണ്ടാമത്തെ നടനും രണ്ടാമത്തെ നടിയും. രണ്ടാമത്തെ നടൻ വരുന്നത് കൊട്ടാരക്കര ശ്രീധരൻ നായരും രണ്ടാമത്തെ നടി അടൂർ ഭവാനി. അപ്പോൾ ആദ്യത്തെ മികച്ച നടനായത് സത്യൻ, നടി ഷീല. രണ്ടാമത്തെ നടൻ കൊട്ടാരക്കര ശ്രീധരൻ നായരും രണ്ടാമത്തെ നടി അടൂർ ഭവാനിയും. ഗാനരചയിതാവ് വയലാർ രാമവർമ്മയും സംഗീത സംവിധായകൻ ദേവരാജനും. മികച്ച സംവിധായകൻ A. വിൻസെൻ്റ്. മികച്ച സിനിമ കുമാരസംഭവം. ഗായകൻ KJ യേശുദാസ്. മികച്ച ഗായിക P. ലീല. ഇതായിരുന്നു 1969 ചലച്ചിത്ര അവാർഡ്. നമുക്ക് ഒരു അവാർഡോടെ പഠിക്കാം. JC ഡാനിയൽ അവാർഡ്. മലയാള സിനിമയുടെ പിതാവാണെന്നറിയാം JC ഡാനിയൽ. അദ്ദേഹമാണെന്നു വിഗതകുമാരൻ ഡയറക്ടർ. JC ഡാനിയൽ അവാർഡ് നൽകുന്നത് കേരള സംസ്ഥാന സർക്കാരാണ്. JC ഡാനിയൽ അവാർഡ് നൽകുന്നത് സംസ്ഥാന സർക്കാർ നൽകുന്ന പരമോന്നത ചലച്ചിത്ര പുരസ്കാരമാണ് JC ഡാനിയൽ അവാർഡ്.
ഇത് ഏർപ്പെടുത്തിയത് 1992-ലാണ്. ഇത് ആദ്യമായി നേടിയത് TE വാസുദേവനാണ് ആദ്യമായി JC ഡാനിയൽ അവാർഡ് നേടുന്നത്. 5 ലക്ഷം രൂപയാണ് ഈ പുരസ്കാരത്തുക. അപ്പോൾ TE വാസുദേവൻ 1992 ആദ്യമായിട്ട് JC ഡാനിയൽ അവാർഡ് നേടി. 5 ലക്ഷം രൂപയാണ് പുരസ്കാരത്തുക. ഇതാണ് കേരളത്തിലെ ഏറ്റവും വലിയ ചലച്ചിത്ര മേഖലയിൽ നൽകുന്ന ഏറ്റവും വലിയ പുരസ്കാരം. JC ഡാനിയൽ അവാർഡ് നേടിയ ആദ്യത്തെ വനിത ആരെന്ന് വെച്ചാൽ ആറന്മുള പൊന്നമ്മയാണ്. 2005 ആറന്മുള പൊന്നമ്മയാണ് JC ഡാനിയൽ അവാർഡ് നേടിയ ആദ്യ വനിത. 2023 ഷാജി N. കരുണാണ്. അപ്പം ഓർത്ത് വയ്ക്കുക, 2021 KP കുമാരനും 2022 TV ചന്ദ്രനും 2023 ഷാജി N. കരുണുമാണ് JC ഡാനിയൽ അവാർഡ് നേടിയിരിക്കുന്നത്. മറ്റൊരു കാര്യം കൂടെ പഠിക്കണം. ഇത് JC ഡാനിയലിൻ്റെ ജീവിതത്തെ ആസ്പദമാക്കി നിർമ്മിച്ചൊരു സിനിമയുണ്ട്. 2013 പൃഥ്വിരാജ് നായകനായി കമൽ സംവിധാനം ചെയ്ത സെല്ലുലോയിഡ് എന്ന ചിത്രം. അത് JC ഡാനിയലിൻ്റെ ജീവിതത്തെ ആസ്പദമാക്കിയാണ്. രചയിതാവ് ബിനു എബ്രഹാം, സംവിധാനം കമൽ. ഇത് JC ഡാനിയൽ അവതരിപ്പിച്ചത് പൃഥ്വിരാജാണ്. നിർമ്മാണം കമൽ, ഉബൈദ് എന്നിവർ ചേർന്നാണ് ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പം JC ഡാനിയലിനെ കുറിച്ച് മനസ്സിലായല്ലോ. മലയാളത്തിലെ അല്ലെങ്കിൽ കേരളത്തിലെ ഏറ്റവും വലിയ ചലച്ചിത്ര മേഖലയിലെ പരമോന്നത ബഹുമതിയാണ് JC ഡാനിയൽ അവാർഡ്. ഓക്കെ.